അസ്സലാമു അലൈക്കും. അഡ്വാൻസ് ഈദ് മുബാറക്. അപ്പോൾ നമ്മൾ വലിയ പെരുന്നാളിൻ്റെ തലേ ദിവസത്തെ നോമ്പിന് അത്താഴത്തിന് എണീറ്റാട്ടോ. അത്താഴം കഴിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വൈകുന്നേരം നോമ്പ് തുറയും പെരുന്നാളും കൂടിയാണ് കേട്ടോ. ഇറച്ചി വാങ്ങാൻ പോവാ പെരുന്നാൾക്ക്. സമയം 5 മണി കഴിഞ്ഞിട്ടുള്ള കേട്ടോ. ഇവിടെ ഇറച്ചി കിട്ടണമെങ്കിൽ നേരത്തെ പോകണം. അപ്പോൾ ഇവിടെ നിന്ന് ഇറച്ചി കിട്ടാൻ പോയൊക്കെ പെരുന്നാൾക്ക് ഇന്നിപ്പോൾ നോലുമ്പാണ് വലിയ പെരുന്നാളിൻ്റെ. അപ്പോൾ നോമ്പ് തുറയും പെരുന്നാളും കൂടി ആയിട്ട് ഇങ്ങനെ പോകാട്ടോ. ഇവിടെ മരുതറിഞ്ഞ കുറേ ഏരിയക്ക് ആകെ ഒരു അറിവാണുള്ളത്. അപ്പോൾ പെരുന്നാളും ഒക്കെ ആയതിനെ കൊണ്ട് നേരത്തെ ഇറച്ചി കിട്ടും. അല്ലെങ്കിൽ തന്നെ 7 മണിക്ക് ഇറച്ചി തീരുന്നു. അപ്പോൾ നേരത്തെ പോയി നോക്കാം എന്താ സ്ഥിതി എന്നറിയില്ലല്ലോ. അപ്പോൾ പെരുന്നാൾ എന്തായാലും ഉറപ്പല്ല. അപ്പോൾ എല്ലാവരും ഇറച്ചിയൊക്കെ നേരത്തെ വാങ്ങട്ടെ. അപ്പോൾ നമുക്ക് പോയി നോക്കാം. അപ്പോൾ പോയി നോക്കട്ടെ. വണ്ടിയിലാണ്, നേരം വെളുക്കണല്ലോ. അപ്പോൾ അങ്ങാടിക്ക് എത്തിട്ടോ. ഇവിടെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളെ ഇറച്ചിക്ക് അങ്ങാടിൻ്റെ അടുത്തെത്തിയിട്ടാ. അതേട്ടാ, ഇവിടെ ഇറച്ചി കട എത്തിക്കണം. ഇറച്ചി ഒക്കെ തൂക്കിയിട്ടിടണം. അപ്പോൾ നേരത്തെ ആയതുകൊണ്ട് നമുക്ക് ഇറച്ചിക്ക് കിട്ടട്ടെ. അപ്പോൾ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ടാ. അപ്പം അങ്ങനെ പോവാണ്, തിരിച്ചു പോവുക. അപ്പോൾ നേരമൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നോലുമ്പും പെരുന്നാളും കൂടിയല്ലേ, വലിയ പെരുന്നാളിൻ്റെ നോലുമ്പാണെന്ന്. അപ്പോൾ നോമ്പ് തുറയും നാളെ പെരുന്നാളിൻ്റെ തുടക്കമല്ലേ. അപ്പോൾ എല്ലാവരോടും വരാൻ പറഞ്ഞു. കൂടുതലൊന്നുമില്ല, പെങ്ങളും കുട്ടികളും ജ്യേഷ്ഠനും കുട്ടികളും വരിക, നോമ്പ് തുറക്കുക, പെരുന്നാൾ ആഘോഷം അപ്പോൾ കഴിഞ്ഞാൽ അവർ പോകട്ടോ. കുറച്ച് നേരം വൈകിട്ടൊക്കെ പോകുള്ളൂ. പിന്നെ നാളെ പെരുന്നാളല്ലേ, വലിയ പെരുന്നാളും കൊണ്ട് ആർക്കും പെട്ടെന്ന് വരാനൊന്നും കൂടില്ല. കാരണം എല്ലായിടത്തും അറിവും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. എല്ലാവർക്കും അതിനൊക്കെ പോകേണ്ടതും കൊണ്ടേ. അപ്പോൾ ഇന്ന് നമുക്കൊരു പെരുന്നാളും കൂടി നോമ്പറ കഴിഞ്ഞിട്ട് അങ്ങോട്ട് സെറ്റാക്കാം, ആ ഉദ്ദേശത്തിലാട്ടോ. ഇറച്ചിയൊക്കെ വാങ്ങി വീട്ടിലെത്താനായിട്ടാണ്. നേരം പുലർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, നല്ല രസമല്ലേ. അത് രാവിലെ അങ്ങനെ കാണാം. അതുകൊണ്ട് മലകളൊക്കെ സൂര്യൻ ഉദിച്ച് വരുന്ന മാതിരി. ഉദിച്ചിട്ടൊന്നുമില്ല കേട്ടോ, ലൈറ്റ് ഇങ്ങനെ വരുന്നുള്ളൂ. ഉണ്ടോ, നമ്മളെ വീടിൻ്റെ അടുത്ത് എത്താനായി. അവിടെയാണ് കേട്ടോ വീടുള്ളത്, ആ മുകളിൽ. എന്താ ഇറച്ചിയൊക്കെ വാങ്ങി ഇവിടെ എത്തിയിട്ടാ. ഉണ്ട്, അതിലങ്ങനെ നോക്കിയാൽ നമ്മളെ വീടിൻ്റെ അടുത്ത ആട്ടോ. ഉണ്ടോ, മലനിരകളൊക്കെ കാണുന്നില്ലേ. ഇതിൻ്റെ അടിയിലാണ് നമ്മളെ വീടൊക്കെ ഉള്ളത് കേട്ടോ. മഴക്കാലത്തൊക്കെ ഇവിടെ ഇടിയാനൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. ഉണ്ടോ, നമ്മൾ ഇറച്ചിയൊക്കെ വാങ്ങി വന്ന് വീട്ടിലോട്ട് കയറട്ടോ. ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ എത്താനായി. കണ്ടോ, നമ്മളെ വീടിൻ്റെ പരിസരങ്ങളൊക്കെ നല്ല രസമല്ലേ. അതിരാവിലെ കാണാം കിളികളെ സൗണ്ടും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങളാണ്. അതിരാവിലെ ഇങ്ങനെ ഒരു യാത്ര ചെയ്തപ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് ആട്ടോ കിട്ടണത്. ആദ്യമായിട്ടൊന്നുമല്ല, നമ്മൾ വീഡിയോയിൽ ആദ്യമായിട്ട് ഇങ്ങനെ പറയാൻ മാത്രം. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കടമ്പ കിടക്കാനുള്ളത് പറഞ്ഞാലിപ്പോൾ നമ്മളെ കുഞ്ചു വഴിയിലെങ്ങാനുണ്ടാവും. എന്നാൽ തടഞ്ഞ് നിർത്തട്ടോ. ഇറച്ചിപ്പൊതിയൊക്കെ കടിച്ച് വലിച്ച ഇവിടെ നിന്ന് കാണാനൊന്നുമില്ല. ഇനി അവിടെ ഇവിടേക്ക് എത്തുമ്പോഴേക്കിന് വരുമോ അറിയില്ല. നോക്കാതാലോ.
കുഞ്ചു ആ വന്നു വന്നു ഇങ്ങോട്ട് പോര്. കടിച്ചില്ല കേട്ടോ. ആ നടക്കാം. ഇറച്ചിയൊക്കെ കൊണ്ടുവന്നു കേട്ടോ. അത് പാത്രത്തൊക്കെ മാറ്റാണ്. ഇറച്ചിയൊക്കെ റെഡിയാക്കാം. 3 കിലോ ഇറച്ചി വാങ്ങിയിട്ട് പിന്നെ കുഞ്ചുവിന് ഇതിനടുത്ത് കൊടുക്കണം. കുഞ്ചു ഇറച്ചി തിന്ന് വൃത്തിയാക്കാൻ കുഞ്ചുവിനാണ് ആദ്യം വേണ്ടത്. കുഞ്ചുവിന് കൊടുത്തിട്ട് ഇവിടെ എന്തും തുടങ്ങും. അപ്പോൾ എല്ലാവരും ആ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.